ഡിഗ്രി പ്രിലിംസിൻ്റെ അത് കഴിഞ്ഞു. സോ മെയിൻസിൻ്റെ പ്രിപ്പറേഷനിലാണ് ഞാനിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 2-3 days ആയിട്ട്. അപ്പോൾ മെയിനായിട്ടും ഇപ്പം ഞാൻ കെമിസ്ട്രിയാണ് പഠിക്കുന്നത്. കെമിസ്ട്രിയിൽ ആസിഡ്സ്, ആൽക്കലീസ്, pH, ആൽക്കലോയിഡ് ആ ഒരു ടോപ്പിക് സെഷൻ നോക്കുന്നുണ്ട്. പിന്നെ അക്വാ റീജിയ നോക്കി. അപ്പോൾ ഇത് ഞാനിപ്പം ഇപ്പം ജനറലി ഞാൻ അഡോപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞൊരു 5-6 months ആയിട്ട് ഐ ഹാവ് ബീൻ ഗോയിങ് ഫോർ കോച്ചിങ് ആൻഡ് ദെൻ സ്റ്റഡി. അപ്പോൾ ആ ഒരു പഠനത്തിൻ്റെ പാറ്റേൺ വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത് പഠിച്ച് റിവിഷൻ ചെയ്തില്ലെങ്കിൽ ഇതിന് എഫക്റ്റ് ഇല്ല. അപ്പോൾ നമ്മൾ എത്ര ടോപ്പിക്സ് സിലബസ് കവർ ചെയ്താലും നമ്മൾ അതിൻ്റെ പ്രോപ്പർ റിവിഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വി മൈ നോട്ട് ഗെറ്റ് ദ പ്രോപ്പർ റിസൾട്ട്. ഒരു ടോപ്പിക്കിനൊക്കെ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ആദ്യത്തെ കുറച്ച് ദിവസം നന്നായിട്ട് റിവിഷൻ ചെയ്ത് നല്ല പക്ക പഠിച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് റിട്ടൻഷൻ ഉണ്ടായിരുന്നു, നന്നായിട്ട് ഓർത്ത് വയ്ക്കാനായിട്ട് പറ്റും. സോ അതാണ് ബേസിക്കലി ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് പഠിക്കുന്ന ടോപ്പിക്ക് നാളെയും മറ്റന്നാളും ഒരു 7 തവണ റിവിഷൻ ചെയ്യാം എന്നുള്ള രീതിയിലാണ്. കണ്ടിന്യൂസ് ആയിട്ട് അടുത്തൊരു 10 ദിവസത്തിനകത്ത് അത് 7 തവണ റിവിഷൻ ചെയ്യണം. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് പറ്റിയെന്ന് വരില്ല, കാരണം നമുക്ക് വേറെയും പഠിക്കാനുണ്ടാവും. അപ്പോൾ ഒരു പേപ്പറിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്ന ടോപ്പിക്സിന് എഴുതി വെക്കും. ആൻഡ് ദെൻ ഐ വിൽ മാർക്ക് 1, 2, 3, 4, 7 വരെ. ആൻഡ് ഓരോ തവണ ചെയ്ത് കഴിയുമ്പോൾ ഞാനത് ക്രോസ് ചെയ്യും. സോ 7 times റിവിഷൻ അടുപ്പിച്ച് 10 ദിവസത്തിനകത്ത് തന്നെ ചെയ്യണം. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി നമുക്ക് എന്തായിരിക്കും ഒരു മാറ്റം നമുക്ക് കിട്ടും. നമുക്ക് ആ ടോപ്പിക്ക് നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ അതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി. ഇപ്പോൾ ഞാൻ ഇതിനൊക്കെ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ ലക്ഷ്യയുടെ ഒരു പുതിയ റാങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് വേർഷൻ, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കൂടെ പ്രിൻറ്റ് ചെയ്തൊരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. സോ അതാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ബിക്കോസ് എനിക്ക് ഇംഗ്ലീഷ് മീഡിയം ഫോളോ ചെയ്യുന്നതാണ് ഈസിയർ. അപ്പോൾ അങ്ങനെ അതിൻ്റെയാണ് ഞാൻ ഫസ്റ്റ് ബേസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ തന്നെ സൈലത്തിൻ്റെ ഓൺലൈനായിട്ടുള്ളൊരു ഞാൻ കോച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊരു ഓൺലൈൻ ബണ്ടിൽ തന്നിട്ടുണ്ടായിരുന്നു, വേറെ സയൻസ് സബ്ജക്ട്സ് കവർ ചെയ്തിട്ടുള്ള ക്ലാസ്സസിൻ്റെയാണ്. അപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഇതേ ടോപ്പിക്കിൻ്റെ ക്ലാസ്സസിൻ്റെ PDF ഉണ്ട്. ആ PDFs നോക്കിയിട്ട് അതിലെന്തെങ്കിലുമൊക്കെ എനിക്ക് എടുക്കാൻ പറ്റുന്ന പോയിൻറ്റ്സ് ഉണ്ടോ എന്നുള്ളത് ഞാൻ അത് നോക്കി അതും കൂടെ അഡീഷണൽ നോട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ അതുപോലെ ഇങ്ങനെ അഡീഷണൽ വന്ന നോട്ട്സാണ് ഞാൻ A4 എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഓരോ ടോപ്പിക്ക് ഫിനിഷ് ചെയ്ത്. അപ്പം ഒരുപാട് നമ്മൾ പഠിച്ചുകൊണ്ട് സോഴ്സസ് നോക്കി പോയി കഴിഞ്ഞാൽ വി വിൽ ലൂസ് എ ലോട്ട് ഓഫ് ടൈം. അപ്പം ഞാൻ ബേസിക്കലി ചെയ്യുന്നത് ഇങ്ങനെ ഈ 2 സോഴ്സസിൽ ഇത്രയുമായിട്ട് ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഈ പഠിച്ചു കഴിഞ്ഞ് ഞാൻ പഠിച്ച ടോപ്പിക്സ് അടുത്തടുത്തടുത്ത് റിവിഷൻ ചെയ്ത് പോയാൽ നമുക്കത് ഓർമ്മിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ കറൻ്റ് കെമിസ്ട്രിയും ബയോളജിയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ജോഗ്രഫിയിൽ പെൻഡിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ഞാനിപ്പോൾ നോക്കി തുടങ്ങി. റിവർ സിസ്റ്റം ഉണ്ടായിരുന്നു, അത് ഞാൻ നോക്കി തുടങ്ങി. പിന്നെ ബയോളജിയിൽ വൈറ്റമിൻസ്, മിനറൽസിൻ്റെ സെക്ഷൻസ് ഞാൻ ഒന്ന് ഓടിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് റിപ്പീറ്റഡ് റിവിഷൻ 7 തവണ റിവിഷൻ ചെയ്യുമ്പോൾ അത് ടോപ്പിക്ക് ക്ലിയർ ആവും. പിന്നെ ബയോളജിയിൽ തന്നെ ഹ്യൂമൻ ബോഡി ഇപ്പം പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ഓരോ സിസ്റ്റംസ് ആയിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. സോ അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതും ഇങ്ങനെ റിവിഷൻ ചെയ്യും. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന കെമിസ്ട്രിയാണ്. ആസിഡ്, ആൽക്കലി, pH, അക്വാ റീജിയ ആ ടോപ്പിക്സാണ് ഞാൻ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ റിവിഷൻ ചെയ്യാൻ പോവാണ്. സോ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ അടുത്തൊരു 5-6 ദിവസം റിവൈസ് ചെയ്യുമ്പോഴത്തേക്കും ഐ വിൽ ബി ഏബിൾ ടു ഫിനിഷ് ഇറ്റ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ആസിഡ്സ് എന്താണെന്ന് പഠിച്ചു, ടൈപ്സ് ഓഫ് ആസിഡ്സ് നോക്കി, ദെൻ ആസിഡ്സിൻ്റെ ഓരോ ടൈപ്പ് ആസിഡ് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് നോക്കി. പിന്നെ 3 ഇമ്പോർട്ടൻറ്റ് തിയറീസ് ഉണ്ട്: അരീനിയസ് തിയറി, ബ്രോൺസ്റ്റഡ് ലോറി തിയറി, പിന്നെ ലൂയിസ് ആസിഡ് തിയറി. അപ്പോൾ ഇങ്ങനെ കുറച്ച് തിയറീസ് ഉണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിർത്തിയത് ലൂയിസ് ആസിഡ്സിൽ നിന്നാണ്. സോ ലൂയിസ് ആസിഡ്സ് ഞാൻ നോക്കാം. ഓക്കെ, സോ ടൈപ്സ് ഓഫ് ആസിഡ് നോക്കി, സ്ട്രോങ് ആസിഡ്, വീക്ക് ആസിഡ് ഒക്കെ നോക്കി. ആസിഡിക് ഓക്സൈഡ്സും ബേസിക് ഓക്സൈഡ്സും. ഓക്സൈഡ്സ് ഓൾസോ ഇതിൻ്റെ കൂടെ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഓക്സൈഡ്സ് ആർ ഓഫ് 2 types. ഒന്ന് മെറ്റൽസ് ഫോം ചെയ്യുന്നതും ഒന്ന് നോൺ മെറ്റൽസ് കൊണ്ട് ഫോം ചെയ്യുന്നത്, മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക്. ഈ മെറ്റാലിക്കിൽ തന്നെ 2 ആയിട്ട് തിരിക്കും. മെറ്റാലിക് ഓക്സൈഡ്സ് മിക്കവാറും ഒരു ആൽക്കലൈൻ നേച്ചർ, അതായത് ഒരു ബേസിക് നേച്ചർ ഉള്ളതായിരിക്കും. അതേസമയം നോൺ മെറ്റാലിക് വരുമ്പോൾ കൂടുതലും ആസിഡിക് സൈഡിലോട്ടുള്ള ഓക്സൈഡ്സ് ആയിരിക്കും വരുന്നത്. പിന്നെ വരുന്നത് മെറ്റാലിക് ചിലപ്പോൾ ആംഫോട്ടറിക് ആവാം, അതായത് ആസിഡിക്കും അല്ല ബേസിക്കും അല്ല എന്നുള്ളൊരു രീതി. നോൺ മെറ്റാലിക്കിൽ വരുമ്പോഴത്തേക്കും ഇറ്റ് ക്യാൻ ബി ന്യൂട്രൽ ഓക്സൈഡ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്ത് നമ്മളിപ്പോൾ ആസിഡ് ആൽക്കലിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഏത് ഓക്സൈഡാണ് ആസിഡിക്, ഏത് ഓക്സൈഡാണ് ബേസിക്, അത് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കും. അപ്പോൾ നോൺ മെറ്റാലിക് ആണ് ആസിഡിക് ആയിട്ട് വരുന്നത്, മെറ്റാലിക് ഓക്സൈഡ്സ് ആണ് ബേസിക്. നമുക്ക് ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് വെൻ ആസിഡ്സ് റിയാക്ട് വിത്ത് ഹൈലി റിയാക്റ്റീവ് മെറ്റൽ. ആസിഡും ഒരു ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ളൊരു മെറ്റലും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ആണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ആണ്, അവിടെ റിയാക്ഷൻ മെറ്റലുമായിട്ടാണ്. അപ്പോൾ നമുക്ക് തോന്നാം മെറ്റൽ ഓക്സൈഡ്സ് ആയിരിക്കാം ആസിഡിക്. അല്ല, അത് തിരിച്ചാണ്. നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആണ് ആസിഡിക്, മെറ്റാലിക് ഓക്സൈഡ്സ് ആണ് ബേസിക്.
അത് ജസ്റ്റ് അവിടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം കമ്മിങ് ടു ദി ലൂയിസ് ആസിഡ് കൺസെപ്റ്റ്, ലൂയിസ് ആസിഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇലക്ട്രോൺ പെയറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് ലൂയിസ് ആസിഡ്, ഡോണർ ആണെങ്കിൽ ലൂയിസ് ബേസ് ആയിരിക്കും. ഹൂ സെഡ് ദാറ്റ് സബ്സ്റ്റൻസ്, ഇത് പറഞ്ഞത് GN ലൂയിസ് ആണ്. ആദ്യം കൊണ്ടുവന്ന തിയറി ഈസ് അരീനിയസ് തിയറി, 1877 ആ ഒരു ടൈമിലൊക്കെ, 1887 ആ ഒരു ടൈമിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതിനുശേഷം 1900s ഈ ബ്രോൺസ്റ്റഡ് ലോറിക്ക് ശേഷം ലൂയിസ് ആസിഡ് തിയറിയൊക്കെ വരുന്നത്. സോ എക്സാമ്പിൾസ് പറയുമ്പോൾ നമ്മളെപ്പോഴും ആസിഡ്, ഇപ്പോൾ ഇലക്ട്രോൺ പെയർസ് ഡൊണേറ്റ് ചെയ്യുക അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ ലൂയിസ് ആസിഡ് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈ ലൂയിസ് കൺസെപ്റ്റിൽ നമ്മളിപ്പോൾ ആസിഡ്സ് ആണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ആസിഡുകൾ തന്നെ ഉണ്ടാകണമെന്നില്ല, വേറെ കോമ്പൗണ്ട്സും വരാം. ഈ ലൂയിസ് ആസിഡ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ പെയർ ഉണ്ടാവും, അല്ലെങ്കിൽ ഇലക്ട്രോൺ പെയർ കുറവായിരിക്കും. ഓക്കെ, അപ്പം ഇലക്ട്രോൺ പെയർ അവർക്ക് വാങ്ങാൻ, അതായത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ശേഷി ഉണ്ടാവും. അങ്ങനത്തെ ശേഷിയുള്ള ഏതൊരു മോളിക്യൂളും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എക്സാമ്പിൾസ് പറഞ്ഞാൽ AlCl3, ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വരച്ച് നോക്കിയാൽ അവർക്കൊരു ഡെഫിഷ്യൻസി ഉണ്ട്, ഒരു 2 ഇലക്ട്രോൺസ് കുറവായിട്ടുണ്ട്. അപ്പോൾ അത് ഒരു എക്സാമ്പിളാണ്. CO3+ ആണ്, കൊബാൾട്ടിൻ്റെ അയോൺ ഫോമാണ്. അവിടെ എന്താണ്, അവർക്ക് ഇനി പോസിറ്റീവ് ചാർജ് ഉണ്ട്, അവർ എപ്പോഴോ ഈ ഇലക്ട്രോൺസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇനി അവർക്ക് വേണം, അവർക്ക് സ്റ്റേബിൾ ആവണമെങ്കിൽ വേണം. അപ്പോൾ ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്യുന്നൊരു നേച്ചറാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവരെന്താണ്, ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സാണ്, ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സാണ്. അപ്പോൾ അവരെന്തായി, ലൂയിസ് ആസിഡ്. അതുപോലെ തന്നെ പോസിറ്റീവ് അയോൺസ് ഒക്കെ നമുക്കിവിടെ പറയാം. എക്സാമ്പിൾസ് പറഞ്ഞിട്ടുള്ളത് അലുമിനിയം ക്ലോറൈഡ്, കൊബാൾട്ടിൻ്റെ 3+, Mg2+. മോസ്റ്റ് ആസിഡ്സ് ഡു നോട്ട് ഹാവ് എ പ്രോട്ടോൺ. ഈ H+ അയോൺ മിക്കവാറും ഈ ലൂയിസ് ആസിഡിൽ H+ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല. നമ്മൾ അറീനിയസ് ഒക്കെ പഠിച്ചപ്പോൾ എന്താ പറഞ്ഞത്, ആസിഡ് എന്ന് പറയുന്നത് എന്താണ്, H+ കോൺസെൻട്രേഷൻ കൂട്ടാൻ പറ്റും, അല്ലെങ്കിൽ H+ പ്രോട്ടോൺസ് റിലീസ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനത്തെ രീതിയിലാണ് പൊതുവെ നമ്മൾ ആസിഡിനെ പറയുന്നതെങ്കിലും ലൂയിസ് ആസിഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് വരുമ്പോൾ ആ പറഞ്ഞ പോലെ HCl, H2SO4 അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് അല്ല അവിടെ വരുന്നത്. ഇലക്ട്രോൺ പെയർ ആണെന്നുള്ളത് ഓർക്കുക. നമ്മൾ എപ്പോഴും കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ലൂയിസ് സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടാകും. ഒരു കോമ്പൗണ്ടിൽ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ അവിടെ ചിലപ്പോൾ ഇലക്ട്രോൺ പെയർസ് കുറവായിരിക്കും, അല്ലെങ്കിൽ ഇലക്ട്രോൺ പെയർസ് അഡീഷണൽ ലൂയിസ് സ്ട്രക്ചർ. ഇപ്പോൾ ലൂയിസ് എന്ന് കേൾക്കുമ്പോൾ ഇലക്ട്രോൺ പെയർ ഓർക്കുക. ഇനി സ്ട്രോങ് ആസിഡ്സും ബേസിസിൻ്റെയും കാര്യം, ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ ബ്രോൺസ്റ്റഡ് ലോറി പഠിക്കുമ്പോൾ ഒരു ആസിഡ്, ബ്രോൺസ്റ്റഡ് ആസിഡ് സ്ട്രോങ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ചെയ്യുന്ന കോൺജുഗേറ്റ് ബേസ് എന്തായിരിക്കും, വീക്ക് ആയിരിക്കും. ഇപ്പം ബ്രോൺസ്റ്റഡ് ലോറി തിയറിയിലാണ് ഇത് വരുന്നത്, ഒന്ന് സ്ട്രോങ് ആണെങ്കിൽ മറ്റേത് വീക്ക്, അങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ ലൂയിസ് കൺസെപ്റ്റിൽ മോസ്റ്റ് ആസിഡ്സ് ഡു നോട്ട് ഹാവ് എ പ്രോട്ടോൺ. എക്സാമ്പിൾസ് ഓഫ് ലൂയിസ് ബേസ് ചോദിച്ചാൽ ദേ ക്യാൻ ഡൊണേറ്റ് ഇലക്ട്രോൺസ് ആണ്, ഇലക്ട്രോൺസ് അധികമുള്ള ആൾക്കാരാണ്. നമ്മൾ സ്ട്രക്ചർ ഒന്ന് വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. വാട്ടറിലുണ്ട്, അമോണിയയിലുണ്ട് OH-, നെഗറ്റീവ് അയോൺസ് ഒക്കെ എന്ന് പറയുമ്പോൾ അതിൽ എക്സ്ട്രാ ഇലക്ട്രോൺസ് ഇരിക്കുന്നവയാണ്. അപ്പോൾ അതൊക്കെ എന്താണ് ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യും, നെഗറ്റീവ് അയോൺസ്. സ്ട്രോങ് ആസിഡ്സിൻ്റെയും ബേസിസിൻ്റെയും കാര്യം പറഞ്ഞാൽ സ്ട്രോങ് ആസിഡ്സും ബേസിസും കംപ്ലീറ്റ്ലി ഡീകമ്പോസ് ചെയ്യും വെൻ ദേ ആർ ഇൻ സൊല്യൂഷൻ ഫോമിലോട്ടാക്കുമ്പോഴത്തേക്കും അവർ കംപ്ലീറ്റ്ലി ഡീകമ്പോസ് അല്ലെങ്കിൽ അയണൈസ് ആവും. സ്ട്രോങ് ആസിഡ്സിന് എക്സാമ്പിൾ ഹൈഡ്രോക്ലോറിക്, സൾഫ്യൂരിക്, നൈട്രിക് ഒക്കെ വരും. പിന്നെ സ്ട്രോങ് ബേസിസ് ചോദിച്ചാൽ സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് വരും. പിന്നെ വീക്ക് ആസിഡ്സ് എന്ന് പറയുമ്പം അവരുടെ ഉള്ളിലുള്ള എല്ലാ അയോൺസും അവർക്ക് കംപ്ലീറ്റ്ലി അയോൺസ് ആക്കി മാറ്റാൻ പറ്റില്ല. സൊല്യൂഷനിലാക്കിയാലും അവർ ഡൈല്യൂട്ട് ചെയ്താലും വാട്ടറിൽ ഡിസോൾവ് ചെയ്യിച്ചാലും അവർ അയോൺസ് ആയിട്ട് ഫുള്ളി മാറത്തില്ല. പക്ഷേ ഈ HCl, H2SO4 അവരൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് എളുപ്പം എല്ലാ അയോൺസും സെപ്പറേറ്റ് ആയി പോകും. പക്ഷേ ചില ആസിഡ്സുകളൊന്നും അങ്ങനെ മാറത്തില്ല. അതിന് എക്സാമ്പിളൊക്കെയാണ് നമ്മുടെ അസറ്റിക് ആസിഡ്, ഫോമിക് ആസിഡ്. ഓർഗാനിക് ആസിഡുകളെല്ലാം മിക്കതും വീക്ക് ആസിഡ്സ് ആയിട്ടാണ് വരുന്നത്. പിന്നെ അമോണിയ മൊത്തത്തിൽ ജനറലി ഒരു വീക്ക് ബേസാണ്. അപ്പോൾ അമോണിയം ഹൈഡ്രോക്സൈഡും ഒരു വീക്ക് ബേസാണ്, അതും ഓർത്ത് വയ്ക്കാം, ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. സ്ട്രോങ് ആസിഡ്സ് ഹാവ് ദ എബിലിറ്റി ടു അബ്സോർബ് മോയ്സ്ചർ ആൻഡ് റിലീസ് ഹീറ്റ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ജനറലി ഉള്ള ആസിഡ്സിന് അഫിനിറ്റി ടുവേർഡ്സ് വാട്ടർ, ഓക്കെ, അവരുടെ പൊതുവെയുള്ളൊരു നേച്ചറാണ്. ദേ ഹാവ് ഹ്യൂജ് അഫിനിറ്റി ടുവേർഡ്സ് വാട്ടർ. സ്ട്രോങ് ആസിഡ്സ് ഹാവ് ദി എബിലിറ്റി ടു അബ്സോർബ് മോയ്സ്ചർ ആൻഡ് റിലീസ് ഹീറ്റ്. സ്ട്രോങ് ആസിഡ്സ് ക്യാൻ കോസ് ബേൺസ് ഓൺ ബോഡി. നമുക്കറിയാം, നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന കോൺസെൻട്രേറ്റഡ് ആസിഡ്സ് ഒക്കെ നമ്മുടെ ദേഹത്ത് വീണ് കഴിഞ്ഞാൽ പൊള്ളലൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ ഒരുപാട് ഹീറ്റ് റിലീസ് ചെയ്യുന്ന ഒരു റിയാക്ഷനിലൂടെ എക്സോതെർമിക് ആയിട്ട് റിയാക്ട് ചെയ്യുന്നവയാണ് ഈ സ്ട്രോങ് ആസിഡുകൾ എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് വാട്ടറിനോട് അഫിനിറ്റി കാണിക്കുന്നവയാണ്. സ്ട്രോങ് ആസിഡ്സ് ക്യാൻ കോസ്ഡ് ബേൺസ്, ഓക്കെ, അത് പറഞ്ഞു. പിന്നെ
ഓക്കെ, ഇനി ഇതിന് ശേഷം നമുക്ക് മെയിനായിട്ടുള്ള ജനറൽ ആയിട്ട് ആസിഡ് കഴിഞ്ഞു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആസിഡ്സ് ഉണ്ട്, സൾഫ്യൂരിക്, നൈട്രിക്, പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ്. മെയിനായിട്ട് ഇത് മൂന്നുമാണ് നമുക്ക് ആസിഡുകളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അത് നോക്കാം. ബേസിക്കലി അതെന്താണ്, അതിൻ്റെ മറ്റു പേരുകൾ, അതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ്, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ്. സൾഫ്യൂരിക് ആസിഡ് ഈസ് കോൾഡ് ഓയിൽ ഓഫ് വിട്രിയോൾ, കിങ് ഓഫ് കെമിക്കൽസ് എന്ന് അറിയപ്പെടും. സൾഫ്യൂരിക് ആസിഡ് ഡൈനമൈറ്റ് പ്രിപ്പയർ ചെയ്യാനും യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് ഡൈനമൈറ്റ്, എക്സ്പ്ലോസീവ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ പർപ്പസ് ആക്ച്വലി ഇവിടെ പഠിച്ചു. ആസിഡും അതിൻ്റെ യൂസസ് ഒരു ടേബിൾ നേരത്തെ പഠിച്ചായിരുന്നു. വിനേഗർ പിക്കിൾസിലും ഫുഡ് ഐറ്റംസിലും യൂസ് ചെയ്യും. സിട്രിക് ആസിഡ് വന്നിട്ട് പ്രിസർവ് ഫുഡ് ഐറ്റംസും ബെവറേജസും. നൈട്രിക് ആസിഡ് ടു മേക്ക് ഫെർട്ടിലൈസർ, പെയിൻറ്റ്, ഡൈ എക്സെട്ര. സൾഫ്യൂരിക് ആസിഡ് ബാറ്ററി, മോട്ടോർ വെഹിക്കിൾസിൻ്റെ ബാറ്ററീസിൽ ഉപയോഗിക്കും. ഫെർട്ടിലൈസർ പ്രൊഡക്ട്സിന് ഉപയോഗിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ അനുസരിച്ച് എക്സ്പ്ലോസീവ്സിന് ഉപയോഗിക്കും. ടാനിക് ആസിഡ് വന്നിട്ട് ഇങ്കും ലെതറും ഉണ്ടാക്കാൻ ഉപയോഗിക്കും. ബെൻസോയിക് ആസിഡ് ഫുഡ് ഐറ്റംസ് പ്രിസർവ് ചെയ്യാനാണ്. അപ്പോൾ ഇതുപോലെ സൾഫ്യൂരിക് ആസിഡ് ഇസ് യൂസ്ഡ് ടു മേക്ക് ഡൈനമൈറ്റ്. പ്രോസസ് ഓഫ് മാനുഫാക്ചറിങ് സൾഫ്യൂരിക് ആസിഡ് പണ്ട് യൂസ് ചെയ്തിരുന്ന ലെഡ് ചേമ്പർ പ്രോസസ്സാണ്. പക്ഷേ ഇൻഡസ്ട്രിയലി ഇപ്പം യൂസ് ചെയ്യുന്നത് കോൺടാക്ട് പ്രോസസ്സാണ്. സൾഫ്യൂരിക് ആസിഡിൽ നിന്ന് തന്നെ കൈൻഡ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്ന പോലത്തെ ഒരു മെത്തേഡാണ്. പിന്നെ ആസിഡ് റെയിൻ ഉണ്ടാക്കുന്നത് സൾഫ്യൂരിക് ആസിഡും നൈട്രസ് ഓക്സൈഡ്, കെമിക്കൽസ് ദാറ്റ് കോസ് ആസിഡ് റെയിൻ. സൾഫ്യൂരിക് ആസിഡിനെക്കാളും സൾഫർ ഡൈ ഓക്സൈഡൊക്കെയാണ് നമുക്ക് ആക്ച്വലി കുറച്ചുകൂടി സ്യൂട്ടബിളായിട്ട് പറയാൻ പറ്റുന്നത്. കാരണം അതാണ് പിന്നീട് ആസിഡായിട്ട് മാറി ആസിഡ് മഴയായിട്ട് വരുന്നത്. Now coming to the lead chamber process, it was used for industrial production of sulfuric acid. ഇതിൽ നമ്മൾക്ക് വേണ്ടത് സൾഫറും പിന്നെ സ്റ്റീമും നൈട്രിക് ഓക്സൈഡുമാണ്. അപ്പം സൾഫർ ഓക്സൈഡാണ്. അപ്പോൾ സൾഫർ ഡയോക്സൈഡിനെ നമ്മൾ പാസ് ചെയ്യും. ആ സൾഫർ ഡയോക്സൈഡ് കിട്ടാൻ വേണ്ടിയിട്ട് സൾഫറിനെ നമ്മൾ വെറുതെ ഓക്സിജൻ്റെ പ്രസൻസിൽ ബേൺ ചെയ്യിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കും, ഒരു ലെഡ് ചേമ്പറുണ്ട്, ലെഡ് വെച്ച് നമ്മൾ കവർ ചെയ്തിട്ടുള്ളൊരു ചേമ്പറുണ്ട്. അതിന് 2 ഓപ്പണിങ്സ് ഉണ്ട്. ഒരു ഓപ്പണിൽ കൂടെ നമ്മൾ സൾഫറിനെ കത്തിക്കും. ഓക്കെ, ഓക്സിജൻ്റെ പ്രസൻസിൽ സൾഫറിനെ കത്തിക്കും. അത് അപ്പോൾ സൾഫർ ഓക്സിജൻ്റെ പ്രസൻസിൽ കത്തുമ്പോൾ എന്താ സംഭവിക്കുക, സൾഫർ ഓക്സൈഡ്സ് ഫോം ചെയ്യും. അപ്പോൾ സൾഫർ ഡയോക്സൈഡാണ് ഫോം ചെയ്യുന്നത്. അതെന്ത് ചെയ്യും, അത് ചേമ്പറിനകത്തോട്ട് പോകും. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സൾഫർ ഡയോക്സൈഡ് കിട്ടാൻ വേറൊരു വഴിയുണ്ട്, പൈറൈറ്റ് ഓറിനെ ഡീകമ്പോസ് ചെയ്യുക. പൈറൈറ്റ് ഓർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ സൾഫർ അടങ്ങിയിട്ടുള്ള ഓറുകൾ തന്നെയാണ്. മെയിനായിട്ടും പൈറൈറ്റ് എന്ന് പറഞ്ഞാൽ FeS2 എന്ന് പറയും. ഓക്കെ, എന്താണ് FeS2? പൈറൈറ്റ് എന്ന് കേട്ടാൽ FeS2 എന്നാണ് ഓർക്കേണ്ടത്. ഫൂൾസ് ഗോൾഡ് എന്ന് അതിനെ പറയും. ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ളൊരു സൾഫൈഡ് മിനറലാണ്. അപ്പോൾ അതിനെ നമ്മൾ വേണമെങ്കിൽ എടുത്ത് തെർമലി ഹീറ്റ് ചെയ്യാം. ജസ്റ്റ് തെർമൽ ഡീകമ്പോസിഷൻ അണ്ടർഗോ ചെയ്യുമ്പോഴത്തേക്കും അതും സൾഫർ ഡയോക്സൈഡ് എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. അപ്പോൾ ഈ പൈറൈറ്റ്, ഫൂൾസ് ഗോൾഡ്, മോസ്റ്റ് അബണ്ടൻറ്റ് സൾഫൈഡ് മിനറൽ, ഒരു ബ്രാസ് യെല്ലോ മെറ്റാലിക് ക്ലസ്റ്റർ ഉള്ളതാണ്. അയൺ 2 ഡൈസൾഫൈഡ് എന്നാണ് ഇതിൻ്റെ കെമിക്കൽ നെയിം ചോദിച്ചാൽ, അല്ലെങ്കിൽ ഫെറസ് ഡൈസൾഫൈഡ് എന്ന് പറയും, FeS2. അപ്പോൾ ഇതിന് ഡീകമ്പോസ് ചെയ്യും. അപ്പോൾ ഏതായാലും നമുക്ക് സൾഫർ ഡയോക്സൈഡ് ഒരു സൈഡിൽ കൂടെ പാസ് ചെയ്തു. നെക്സ്റ്റ് സൈഡിൽ കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ നൈട്രിക് ഓക്സൈഡ് ഒബ്റ്റൈൻഡ് ബൈ തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് നൈട്രേറ്റ്സ് ഇൻടു എ ലാസ്റ്റ് ചേമ്പർ കോട്ടഡ് വിത്ത് ലെഡ്. അപ്പുറത്തെ സൈഡിൽ കൂടെ സ്റ്റീമും നൈട്രിക് ഓക്സൈഡും കടത്തിവിടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ നൈട്രേറ്റ്സിനായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, ഡീകമ്പോസ് ചെയ്യുന്നത്. ആൻഡ് ഇതിനേക്കാൾ എഫിഷ്യൻ്റാണ് കോണ്ടാക്ട് പ്രോസസ്സ്. നൗ ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ. ഇനി കോണ്ടാക്ട് പ്രോസസ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് സൾഫറിനെ ബേൺ ചെയ്യും. അപ്പം ബേൺ ചെയ്യുമ്പം മോൾട്ടൺ സൾഫറിനെ ബേൺ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് മോയ്സ്ചർ ഫ്രീ അറ്റ്മോസ്ഫിയറിക് എയർ, വാട്ടർ ഇല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കണം, അല്ലെങ്കിൽ വാട്ടറായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ സൾഫറിനെ നമ്മൾ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യിച്ച് സൾഫർ ഡയോക്സൈഡ് ഫോം ചെയ്യും. പിന്നെ ഇതിനെ നമ്മൾ സൾഫർ ട്രയോക്സൈഡ് ആക്കി മാറ്റണം. അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് വരുന്നത് കോണ്ടാക്ട് പ്രോസസ്സിലെ. യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് വെനേഡിയം പെൻറ്റോക്സൈഡ്, V2O5 എന്നത് വെനേഡിയം പെൻറ്റോക്സൈഡ് നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. കോണ്ടാക്ട് പ്രോസസ്സിൽ കാറ്റലിസ്റ്റ് ഏതാണെന്ന് ചോദിക്കാം. നമ്മൾ ഇതും പഠിച്ച് നൈട്രിക് ആസിഡും പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് കോണ്ടാക്ട് പ്രോസസ്സും ഓസ്വോൾഡ് പ്രോസസ്സും തിരിഞ്ഞു പോകും. അപ്പോൾ ഏതിൻ്റെതാണ് ഏതെന്ന് കൺഫ്യൂസ്ഡ് ആയി പോകരുത്. ആദ്യം പഠിക്കുന്ന സൾഫ്യൂരിക് ആസിഡ്, അതിൻ്റെത് കോണ്ടാക്ട് പ്രോസസ്സാണ് കേട്ടോ. സൾഫ്യൂരിക് ആസിഡിൻ്റെത് കോണ്ടാക്ട് പ്രോസസ്സാണ് ബേസിക്കലി. അപ്പോൾ നമ്മളിപ്പോൾ SO3 വരെ ഉണ്ടാക്കി. ഈ SO3നെ നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൽ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്തിട്ട് നമുക്ക് ഡിസോൾവ് ചെയ്യുമ്പോൾ എന്തായിട്ട് SO3യും H2SO4 കൂടെ ചേർന്ന് ഒലിയം ഫോം ചെയ്യും. H2S2O7 ഫോം ചെയ്യും. ആ H2S2O7 നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, H2SO4 ഫോം ചെയ്യുന്നത്. SO3 ബൈ ഡിസോൾവിങ് സൾഫർ ട്രയോക്സൈഡ് ഇൻ വാട്ടർ. പക്ഷെ നമുക്ക് നമ്മൾ ഈ സാധാരണ ഒരു ഡയറക്റ്റ് ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ സൾഫർ ട്രയോക്സൈഡിനെ വാട്ടറിൽ ലയിപ്പിച്ച് കഴിഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാകും. പക്ഷേ ഹൈലി എക്സോതെർമിക് ആയിട്ടുള്ളൊരു റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലാബിലൊന്നും കൺട്രോൾഡ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്.
സോ ഇതിൻ്റെ ഇടയിലുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റ് എന്ന് ചോദിച്ചാൽ ഒലിയമുണ്ട്, അതൊരു ഫാക്റ്റാണ്. കോണ്ടാക്ട് പ്രോസസ്സർ പ്രത്യേകിച്ച് ലെഡ് ചേമ്പറും കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ ഫസ്റ്റ് നമ്മൾ സൾഫർ ബേൺ ചെയ്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ ഓക്സൈഡൊന്നും നമ്മുടെ കയ്യിലില്ല. ഓക്സൈഡ് സൾഫർ ഡയോക്സൈഡ് ഫോം ചെയ്യും, പിന്നെ സൾഫർ ട്രയോക്സൈഡ് ഫോം ചെയ്യും. യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് വെനേഡിയം പെൻഡോക്സൈഡാണ്. വെനേഡിയം പെൻഡോക്സൈഡ് ഏത് റിയാക്ഷൻ്റെ ഭാഗത്താണ് യൂസ് വരുന്നത്? സൾഫർ ഡയോക്സൈഡിനെ ട്രയോക്സൈഡ് ആക്കി മാറ്റാൻ വേണ്ടി. അതൊക്കെ ഒരു റിവേഴ്സിബിൾ ആയിട്ടുള്ള ഇക്വലിബ്രിയം റിയാക്ഷൻസ് ആണ് കേട്ടോ വരുന്നത്. ഇനി പ്രോപ്പർട്ടീസ് ചോദിച്ചാൽ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന കോണ്ടാക്ട് പ്രോസസ്സിൽ നിന്ന് കിട്ടുന്ന സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 98% പ്യുവർ ആയിരിക്കും. ഒരു 96 തൊട്ട് 98% പ്യുവർ ആയിരിക്കും. കളർലെസ് ഓയിലി ലിക്വിഡാണ്, പ്രത്യേകിച്ച് കളറൊന്നുമില്ല. പിന്നെ വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡെൻസിറ്റി കൂടുതലും വിസ്കോസിറ്റി കൂടുതലായിരിക്കും. വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്ലോ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ടു ദ ഫ്ലോ ആണ്. അപ്പം വെള്ളം ഒഴുകുന്ന അത്രയും അതിനേക്കാളും കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും സൾഫ്യൂരിക് ആസിഡിന് ഒഴുകി പോകാനായിട്ട്. ഓക്കെ. Chemical reactions of sulfuric acid are a result of following characteristics: low volatility, strongly acidic character, strong affinity for water, ability to act as an oxidizing agent. ഇവിടെ converts the water to steam and steam comes. Okay. While diluting sulfuric acid, the acid has to be added to water in very small quantities by stirring. If dilution is done by adding water to the acid, the chance of splashing out of acid leading to accident is very high. അപ്പോൾ നമുക്ക് ആസിഡ് കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ അതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ ഒബ്വിയസ്ലി നമുക്ക് വാട്ടർ ആഡ് ചെയ്യണം. അപ്പോൾ വാട്ടർ ആഡ് ചെയ്യുന്നത് നമ്മൾ ആസിഡിലേക്ക് വാട്ടർ ഒഴിക്കുമോ അത് ആസിഡിനെ വാട്ടറിലേക്ക് ഒഴിക്കുമോ എന്നുള്ളത് ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ തരാം. അപ്പോൾ നമ്മൾ കറക്റ്റ് പ്രോസസ്സ് അറിഞ്ഞിരിക്കുക. ഹൈലി എക്സോതെർമിക് റിയാക്ഷനായിട്ട് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വാട്ടർ എടുത്തിട്ട് അതിലേക്ക് കുറച്ചായിട്ട് ആസിഡ് ഒഴിച്ച് ആണ് നമ്മൾ ചെയ്യുന്നത്. കാരണം വലിയൊരു നമ്മൾ ഒരു ക്വാണ്ടിറ്റി ഓഫ് ആസിഡ് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വാട്ടർ എടുത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ആസിഡ് ഒഴിക്കുമ്പോൾ ആ എക്സോതെർമിക് റിയാക്ഷൻ നമുക്ക് കൺട്രോൾഡ് ആയിട്ട് കൊണ്ടുപോയിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളെപ്പോഴും വാട്ടറിലേക്കാണ് ആസിഡിനെ ആഡ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്യുന്നത്. സൾഫ്യൂരിക് ആസിഡ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് മോർ വോളറ്റൈൽ ആസിഡ്സ് ഫ്രം ദർ കറസ്പോണ്ടിങ് സോൾട്ട്. ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സ് വരുമ്പോൾ വോളറ്റിലിറ്റി പ്രോപ്പർട്ടീസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോ വോളറ്റിലിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് പറയുന്നുണ്ട്. ഈ വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിലി വേപ്പറൈസ് ചെയ്യാൻ പറ്റുന്നൊരു ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇത് അത്ര പെട്ടെന്ന് അങ്ങനെ വേപ്പറൈസ് ചെയ്ത് പോകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സൾഫ്യൂരിക് ആസിഡ് എന്തിനു ഉപയോഗിക്കും? പ്രൊഡ്യൂസ് മോർ വോളറ്റൈൽ ആസിഡ്സ്, ഇതിനേക്കാളും വോളറ്റൈൽ ആയിട്ടുള്ള ആസിഡ്സ്. അപ്പോൾ ഇത് വെച്ചിട്ട് മറ്റ് ആസിഡ്സ് പ്രിപ്പയർ ചെയ്യും. കാരണം നമുക്കിപ്പോൾ ഹീറ്റ് ചെയ്ത് ഒരു ഹൈ ടെമ്പറേച്ചറിൽ എത്തിയാലും സൾഫ്യൂരിക് ആസിഡ് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യത്തില്ല, ഇറ്റ് വിൽ നോട്ട് വേപ്പറൈസ് ആൻഡ് ഗോ അവേ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് we can control it. Sulfuric acid is used to produce more volatile acids from their corresponding salt. So this is due to the low volatility of sulfuric acid. Absorption of chemically combined water of hydrogen and oxygen from substances in the ratio corresponding to that of water. This process is known as dehydration. Concentrated sulfuric acid is a powerful dehydrating agent and also an important drying agent. Drying agents are substances capable of absorbing moisture present in a substance. Concentrated sulfuric acid is used as a drying agent in the preparation of chlorine. Okay, chlorine, sulfur dioxide and hydrochloric acid. Many wet gases can be dried by passing them through sulfuric acid. എന്ന് പറയില്ലേ, ഒരു നല്ലൊരു ആക്ച്വലി ഒരു ഓക്സിഡൈസിങ് ഏജൻ്റ് എന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് സോ വോളറ്റിലിറ്റി കുറവാണ്, ആസിഡിക് ക്യാരക്ടർ കൂടുതലാണ്. സൾഫ്യൂരിക് ആസിഡിന് വാട്ടറുമായിട്ട് ഭയങ്കര ഒരു അഫിനിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു നല്ലൊരു ഓക്സിഡൈസിങ് ഏജൻ്റാണ്. അപ്പോൾ വോളറ്റിലിറ്റിയുടെ കാര്യമുണ്ട്. അത് ആ പ്രോപ്പർട്ടി വെച്ചിട്ട് സൾഫ്യൂരിക് ആസിഡിനെക്കാളും ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ആസിഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ആസിഡിക് ക്യാരക്ടർ യൂസ് ചെയ്ത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. സ്ട്രോങ് അഫിനിറ്റി ഫോർ വാട്ടർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡൈല്യൂഷൻ എന്നൊരു പ്രോസസ്സ് കെയർഫുള്ളായിട്ട് ചെയ്യണം. പിന്നെ അഫിനിറ്റി ഫോർ വാട്ടർ വെച്ച് കഴിഞ്ഞാൽ ഡീഹൈഡ്രേറ്റ്, അതായത് ഈ സൾഫ്യൂരിക് ആസിഡിൻ്റെ അടുത്തുള്ള വെള്ളം എല്ലാം പിടിച്ചെടുക്കാനുള്ളൊരു അഫിനിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ വെറ്റായിട്ടുള്ളൊരു ഒബ്ജക്റ്റിനെ നമുക്ക് ഡ്രൈ ആക്കണം, ഡീഹൈഡ്രേറ്റ് ചെയ്യണം. ഈ ഡ്രൈയിങ്ങും ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ഡ്രൈയിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവിടെ ഇപ്പോൾ ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, അതിൻ്റെ കൂടെ വെള്ളം കിടക്കുവാണ്. അപ്പോൾ ആ വെള്ളത്തിന് അബ്സോർബ് ചെയ്യുക, അത് ജസ്റ്റ് ഡ്രൈ ചെയ്യുക, ഉണക്കുവാണ്. നമ്മൾ തുണി ഉണക്കുന്ന പോലെ തുണി ഡ്രൈ ആയിട്ടിരുന്ന് നമ്മൾ വെള്ളം കഴുകിയപ്പോൾ അത് വെള്ളം നനഞ്ഞു, ആ വെള്ളം നനവിനെ വെയിലത്ത് കൊണ്ടിട്ട് നമ്മൾ ഉണക്കുന്നു, അപ്പോൾ ആ വെള്ളം അങ്ങ് പോകുന്നു. ഓക്കെ, ഇവർ തുണിയും വെള്ളവും തമ്മിൽ പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നുമില്ല. പക്ഷേ ചില സബ്സ്റ്റൻസുകളിൽ അതിനകത്ത് തന്നെ വാട്ടർ മോളിക്യൂൾസ് അതിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഭാഗമായിട്ട് ഇരിപ്പുണ്ടാകും. കെമിക്കലി കമ്പൈൻഡ് വാട്ടർ എന്ന് പറയും. അതിനെയും വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ദാറ്റ് ഈസ് ഓൾസോ എൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഡ്രൈയിങ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? ക്ലോറിൻ,
സൾഫർ ഡയോക്സൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ യൂസ് ചെയ്യും. മെനി വെറ്റ് ഗ്യാസസ് ക്യാൻ ബി ഡ്രൈഡ് ബൈ പാസിംഗ് ദം ടു സൾഫ്യൂരിക് ആസിഡ് പ്രൊവൈഡ് ഗ്യാസ് ഡു നോട്ട്. അപ്പം നമ്മൾ ഈ ഡ്രൈയിങ്ങിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, അവർ ആ എടുക്കുന്ന കോമ്പൗണ്ട് സൾഫ്യൂരിക് ആസിഡായിട്ട് റിയാക്ഷൻ ഉണ്ടാക്കുന്ന ഒന്നാവരുതെന്ന് മാത്രം. സൾഫ്യൂരിക് ആസിഡ് ക്യാൻ റിമൂവ് വാട്ടർ ഫ്രം organic compounds. It is evident by its charring action on carbohydrates. Sulfuric acid can remove water from organic compounds. It is evident by the charring. ഓക്കെ, ഇപ്പം കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഒരു ചാറിങ് ആക്ഷനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. വിച്ച് മീൻസ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ജനറലി ഉള്ളൊരു ജനറൽ ഫോർമുല ചോദിച്ചാൽ CH2OY, അതായത് കാർബൺ ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് കാർബൺ ആറ്റംസും കാണും, പിന്നെ കുറച്ച് വാട്ടർ മോളിക്യൂൾസും കാണും. അപ്പോൾ ഈ വാട്ടർ മോളിക്യൂൾസിന് എന്താ ചെയ്യുന്നത്, നമ്മൾ വാട്ടർ മോളിക്യൂൾസിനെ അബ്സോർബ് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ബാക്കി കാർബണേ ഉള്ളത്, അതായത് കരിഞ്ഞതുപോലത്തെ കരി മാത്രമായിട്ട് കിടക്കും. അതിനാണ് ചാറിങ് എന്ന് പറയുന്നത്. അതായത് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ജലാംശം നമ്മൾ വലിച്ചു മാറ്റി കഴിഞ്ഞാൽ കാർബൺ എല്ലാം കൂടെ എന്ത് ചെയ്യുന്നു, ഒരു കരി പോലെ ആയിട്ട് അവിടെ കിടക്കും. അപ്പോൾ അതിനാണ് ചാറിങ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ. സൾഫ്യൂരിക് ആസിഡ് ക്യാൻ റിമൂവ് വാട്ടർ ഫ്രം ഓർഗാനിക് കോമ്പൗണ്ട്സ്, for example carbohydrates, and make it charred. Hot concentrated sulfuric acid is moderately strong oxidizing agent. In this respect it is intermediate between phosphoric and nitric acid. Both metals and non-metals are oxidized by concentrated sulfuric acid which is reduced to SO2. ഇനി യൂസസിൻ്റെ കേസ് പറഞ്ഞാൽ, അതായത് എന്തിനൊക്കെയാണ് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നത്, നമ്മളിപ്പോൾ ഈ പറഞ്ഞ വെച്ചിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ഡ്രൈയിങ് ഏജൻ്റായിട്ടും ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റായിട്ടും പിന്നെ ഹൈ വോളറ്റൈലായിട്ടുള്ള ആസിഡുകൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ എഗെയിൻ സൾഫ്യൂരിക് ആസിഡിൻ്റെ വീണ്ടുമുള്ള പ്രൊഡക്ഷൻ ഉപയോഗിക്കാം. കാരണം നമ്മൾ ഇടയ്ക്ക് കോൺസെൻട്രേറ്റ് SO3-നെ നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡായിട്ട് മിക്സ് ചെയ്ത് ഒലിയം ഫോം ചെയ്യുന്നുണ്ടല്ലേ, അതിന് ചെയ്യാം, കോണ്ടാക്ട് പ്രോസസ്സിൽ യൂസ് ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞു വെച്ചിട്ട് എക്സ്പ്ലോസീവ്സ്, അതിൻ്റെ ഫോർമേഷൻ നമുക്ക് നോക്കാം. അതെന്തായിരുന്നു, ഡൈനമൈറ്റ് ആണ് കേട്ടോ, ഡൈനമൈറ്റ് പ്രിപ്പറേഷൻ. പിന്നെ അതുപോലെ തന്നെ ഫെർട്ടിലൈസറിനും എനിക്ക് തോന്നുന്നു സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യും. പിന്നെ മോട്ടോർ വെഹിക്കിൾസിൻ്റെ ബാറ്ററീസിനും പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് പോയിട്ട് വേറെ എന്തൊക്കെയെന്ന് നോക്കാം. പെട്രോളിയം റിഫൈനിങ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. മാനുഫാക്ചർ ഓഫ് പിഗ്മെൻറ്റ്, ഡൈ ആൻഡ് ഡൈ സ്റ്റഫ്. മാനുഫാക്ചറിങ് ഓഫ് പിഗ്മെൻറ്റ്സ്, ഡൈസ് ആൻഡ് ഡിറ്റർജൻറ്റ് ഇൻഡസ്ട്രി, മെറ്റലർജിക്കൽ ആപ്ലിക്കേഷൻസ്. അതായത് ഇനാമലിംഗ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ക്ലീനിങ് പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കാം. സ്റ്റോറേജ്, ബാറ്ററി, നൈട്രോ സെല്ലുലോസ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്, അതായത് എക്സ്പ്ലോസ് ഇനി അടുത്ത ആസിഡ് എന്ന് പറയുന്നത് നൈട്രിക് ആസിഡാണ്. നൈട്രിക് ആസിഡിൻ്റെ കാര്യം പറഞ്ഞാൽ ആസിഡ് വിച്ച് ഈസ് യൂസ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് പ്രോട്ടീൻ ആണ് കേട്ടോ. പ്രോട്ടീൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് നൈട്രിക് ആസിഡ്. ദെൻ ആസിഡ് വിച്ച് ഈസ് നോൺ ആസ് അക്വാ ഫോർട്ടിസ്. ഓയിൽ ഓഫ് വിട്രിയലും കിങ് ഓഫ് കെമിക്കൽസും സൾഫ്യൂരിക് ആസിഡാണ്. ഇവിടെ അക്വാ ഫോർട്ടിസ് എന്നാണ് നൈട്രിക് ആസിഡ് അറിയപ്പെടുന്നത്. ദെൻ ആസിഡ് ദാറ്റ് ഫ്യൂംസ് ഇൻ എയർ. ഓക്കെ, ഒരു ഫ്യൂമിങ് കേപ്പബിലിറ്റി ഉണ്ട്, അതായത് ഇങ്ങനെ പുകഞ്ഞിരിക്കും നൈട്രിക് ആസിഡ്. HCl-നും ഇതുപോലെ ചെറിയൊരു ഫ്യൂമിങ് പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ ആസിഡ് വിച്ച് ഇസ് യൂസ് ടു ടെസ്റ്റ് ദ പ്യൂരിറ്റി ഓഫ് ഗോൾഡ്. ഗോൾഡിൻ്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളറിയാം, നമ്മൾ അക്വാ റീജിയ പഠിക്കുന്നുണ്ട് അല്ലേ. അക്വാ റീജിയയിൽ നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഒരു മിക്സ്ചറാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡാണ് കൂടുതലായിട്ടുള്ളത്, 3:1 റേഷ്യോ. ഹൈഡ്രോക്ലോറിക് ആസിഡ് 3 പാർട്സും 1 പാർട്ട് നൈട്രിക് ആസിഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അക്വാ റീജിയ പ്രിപ്പറേഷനാണ്. ഈ അക്വാ റീജിയയുടെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാറ്റിനം, ഗോൾഡ് പോലുള്ള പ്രഷ്യസ് മെറ്റൽസിൻ്റെയൊക്കെ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് എല്ലാത്തിലൊന്നും ഡിസോൾവ് ആകത്തില്ല, എല്ലാ ആസിഡുകളിലും. അപ്പോൾ അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്തതാണ് ഈ പറയുന്ന അക്വാ റീജിയ എന്ന് പറയുന്നത്. സിൽവർ ആണെങ്കിൽ നൈട്രിക് ആസിഡിൽ നമുക്ക് എന്താ പറയുക, ഡിസോൾവ് ചെയ്യാൻ പറ്റും. ഗോൾഡ് സെലീനിക് ആസിഡ്, ഐ തിങ്ക് സെലീനിക് ആണോ സെലീനിയം ആസിഡാണോ എന്തൊരു പേരുണ്ട്, ഐ തിങ്ക് സെലീനിക് ആസിഡ്, സെലീനിക് ആസിഡ്, അതെ സെലീനിക് ആസിഡിൽ അക്വാ റീജിയയിലാണ്. പ്ലാറ്റിനം വന്നിട്ട് അക്വാ റീജിയയിൽ മാത്രമാണ് ഡിസോൾവ് ചെയ്യുന്നത്. ഇനി നൈട്രിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഓസ്വാൾഡ് പ്രോസസ്സാണ്. എഗെയിൻ സൾഫ്യൂരിക് ആസിഡ് പോലെ കളർലെസ് ആയിട്ടുള്ളതെന്നാണ്. ലബോറട്ടറി ഗ്രേഡ് നൈട്രിക് ആസിഡ് അത്ര കോൺസെൻട്രേറ്റഡ് അല്ല, 68% നമ്മൾ യൂസ് ചെയ്യുന്നത്.
സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിലും അതേസമയം ഏകദേശം 95 to 96-98% കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. ഇനി സാധാരണ ഒരു ഗേഷ്യസ് സ്റ്റേറ്റ്, അതായത് നൈട്രിക് ആസിഡ് നമുക്കറിയാം നമ്മൾ ലാബിലൊക്കെ ലിക്വിഡ് ഫോമിലാണ് സൂക്ഷിക്കുന്നത്. ഗേഷ്യസ് ഫോമിലാകുമ്പോൾ ഇതിൻ്റെ മോളിക്യൂളിൻ്റെ പ്രത്യേകത ഇതൊരു പ്ലേനാർ സ്റ്റേറ്റിലോട്ട് പോകും. പ്ലേനാർ മോളിക്യൂളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഈ ആംഗിൾസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡയഗ്രാം ഇതുപോലെ ഒരു 5 തവണ വരച്ച് പഠിച്ചാൽ ഓർമ്മയിരിക്കും. സോ HNO3 അല്ലേ, അപ്പോൾ എന്നിൻ്റെ കൂടെ 3 ഓക്സിജനും ഇവിടെ ഒരു ഹൈഡ്രജനും. ഓക്കെ, അപ്പോൾ ഇവിടെ 102 ഡിഗ്രി, ഹിയർ 130 ഡിഗ്രിയാണ്. പിന്നെ ഇവിടെ എല്ലാം പലയിടത്തും പല ലെങ്ത്താണ്, കാരണം പല ബോണ്ടുകളാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ഏറ്റവും കുറവ് വരുന്നത്, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഓക്സിജനും നൈട്രജനും വരുന്നതാണ് ഏറ്റവും കൂടുതൽ 140. ഓക്കെ, ഇവിടെ വരുമ്പം 96, ദിസ് ഈസ് 121. നൗ അക്യൂ സൊല്യൂഷനിൽ വരുമ്പോൾ നൈട്രിക് ആസിഡ് ബിഹേവ് ആസ് എ സ്ട്രോങ് ആസിഡ് ഗിവിംഗ് ഹൈഡ്രോണിയം അയൺസ് ആൻഡ് നൈട്രേറ്റ് അയൺസ്. നമ്മൾ വീക്ക് ആസിഡ് സ്ട്രോങ് ആസിഡ് പഠിച്ചപ്പോൾ സ്ട്രോങ് ആസിഡിൻ്റെ കേസിലാണ് നൈട്രിക് ആസിഡിൻ്റെ എക്സാമ്പിൾ പഠിച്ചത്. ബിക്കോസ് ഇറ്റ് വിൽ ഡിസോഷിയേറ്റ് ഇൻ ടു ഓൾ അയോൺസ്, അതായത് ഉള്ള എല്ലാ അയോൺസും സെപ്പറേറ്റ് ചെയ്യും, അല്ലാതെ പാർഷ്യലി ഡിസോസിയേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം നൈട്രിക് ആസിഡ് ഇല്ല. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് സൾഫ്യൂരിക് ആസിഡ്, സ്ട്രോങ് വൺ. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഈസ് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. നമ്മൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ കേസിലും ഒരുപാട് സ്ട്രോങ് അല്ലെങ്കിലും ഇറ്റ്സ് എ മോഡറേറ്റ്ലി ഗുഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇറ്റ് റിയാക്ട് വിത്ത് മോസ്റ്റ് മെറ്റൽസ് എക്സെപ്റ്റ് നോബിൾ മെറ്റൽസ്, ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം. ഇത് ഗോൾഡും പ്ലാറ്റിനം പോലുള്ള നോബിൾ മെറ്റൽസ് പോയിട്ട് ബാക്കി എല്ലാ മെറ്റൽസുമായിട്ട് ഇത് റിയാക്ട് ചെയ്യും. നമ്മൾ അവിടെയും പറഞ്ഞു ഹൈഡ്രജൻ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്സ് ഒക്കെ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യുന്നല്ലേ. അപ്പോൾ ഇവിടെയും നൈട്രിക് ആസിഡ് അതുപോലെ തന്നെയാണ്, പക്ഷേ ഗോൾഡും പ്ലാറ്റിനുമായിട്ട് അങ്ങനെ റിയാക്ട് ചെയ്യത്തില്ല. ഓക്സിഡേഷൻ പ്രോഡക്ട്സ് വേരി ഡിപ്പെൻഡിങ് ഓൺ നേച്ചർ ഓഫ് മെറ്റീരിയൽ ബീങ് ഓക്സിഡൈസ്ഡ് became inactive and treated with a. അപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യും, വളരെ ചില എക്സെപ്ഷൻസ് ഉണ്ട്. പക്ഷെ ചില മെറ്റൽസുമായിട്ട് ഇത് എന്ത് ചെയ്യും, റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഇനാക്റ്റീവ് ആയി പോകും. അതായത് മെറ്റീരിയൽ വിൽ ബിക്കം ഇനാക്റ്റീവ്, അതായത് ഉപയോഗശൂന്യമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അയണുമായിട്ടും ക്രോമിയമായിട്ടും അലുമിനിയമായിട്ടും. സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്, എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം മോസ്റ്റ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യും, ഗോൾഡും എക്സെപ്ഷൻ ഉണ്ട്, ദേ വോണ്ട് റിയാക്ട്, വലിയ റിയാക്ഷൻ ഇല്ല. ഇത് റിയാക്ട് ചെയ്ത ശേഷം ഇനാക്റ്റീവ് ആകുന്നത് അയൺ, ക്രോമിയം, അലുമിനിയമാണ്. നോ ദിസ് ഈസ് ഡ്യൂ ടു എന്തുകൊണ്ടാണ് ഇത് ഇനാക്റ്റീവായി പോകുന്നതെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്ന മിക്ക ഒരു എലമെൻ്റ് എടുത്താലും മെറ്റൽസ് എടുത്താലും ബേസിക്കലി മെറ്റൽസ് ആണ്. ആ മെറ്റൽസിൻ്റെ മുകളിലൊരു കോട്ടിംഗ് വന്ന് ഫോം ചെയ്യും, ഓക്സൈഡ് കോട്ടിംഗ് ഫോം ചെയ്യുമ്പോൾ പിന്നെ അത് ഇനാക്റ്റീവായിട്ട് മാറും. അപ്പോൾ എല്ലായിടും ഇനാക്ടിവിറ്റിക്ക് കാരണം അതായത് ഒരു റിയാക്ഷൻ നടന്ന ശേഷം മെറ്റൽ ആണെങ്കിൽ ഒരു മെറ്റലിൻ്റെ പുറത്തൊരു കോട്ടിംഗ് ഫോം ചെയ്യും. അതായത് നമ്മൾ റസ്റ്റ് ഫോം ചെയ്യുന്ന പോലെയാണ്. ഒരു ഇരുമ്പിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തുരുമ്പ് വരും, റസ്റ്റിങ് ചെയ്യും. അപ്പോൾ അതിൻ്റെ പുറത്ത് ഓക്സൈഡ് കോട്ടിംഗ് ആണ് ടിപ്പിക്കലി പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അതിന് പിന്നീട് ഉപയോഗശൂന്യമായിട്ട് മാറുന്നു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടിപ്പിക്കലി ദ ഫോർമേഷൻ ഓഫ് എ പാസീവ് ആയിട്ടുള്ളൊരു ഓക്സൈഡ് ഫിലിം ഓഫ് ലെയർ ഓൺ ദിയർ സർഫസ് ആണ്. ഇനി കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് ഓക്സിഡൈസസ് നോൺ മെറ്റൽസ് ആൻഡ് ദിയർ കോമ്പൗണ്ട്സ്. ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് ആക്ട് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നോൺ മെറ്റൽസും അതിൻ്റെ കോമ്പൗണ്ട്സിനെയും ഓക്സിഡൈസ് ചെയ്യും. ഓക്കെ, ഓക്സിഡേഷനും റിഡക്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്സിഡേഷൻ സിംപ്ലി പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ എന്നുള്ളൊരു രീതിയിൽ പഠിച്ചാലും മതി. ബട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓക്സിഡേഷനും റിഡക്ഷനും, ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫർ എങ്ങനെയാണ് നടക്കുന്നത്, അങ്ങനെയൊക്കെ പഠിക്കണം. അത് മാത്രമല്ല, ഐ തിങ്ക് there are a few points for oxidation reduction. I have written it here. ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ആഡ് ചെയ്യുന്നതാണ്, ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇലക്ട്രോൺസ് നഷ്ടപ്പെടുന്നതാണ്. ഓക്കെ, ഇലക്ട്രോൺസ് നഷ്ടപ്പെടുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ സംഭവിച്ചാൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്യും. പിന്നെ നല്ല ഓക്സിഡൈസിങ് ഏജൻറ്റുകളാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, റിഡക്ഷൻ്റെ കേസിൽ ഇതിൻ്റെ നേരെ റിവേഴ്സാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഓക്സിഡേഷൻ റിഡക്ഷൻ അല്ല പഠിക്കുന്നത്. സോ വിൽ ഗോ ബാക്ക്, കമ്മിങ് ബാക്ക് ടു നൈട്രിക് ആസിഡ് അല്ലേ. സോ ഇവിടെ അയഡിൻ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഓക്സിഡൈസസ് നോൺ മെറ്റൽസ് ആൻഡ് ദെയർ കോമ്പൗണ്ട്സ്. അയഡിൻ ഈസ് ഓക്സിഡൈസ്ഡ് ടു അയഡിക് ആസിഡ്. കാർബൺ എന്താക്കി മാറ്റും, കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റും. സൾഫർ സൾഫ്യൂരിക് ആസിഡ് ആക്കി മാറ്റും. ഫോസ്ഫർ ഫോസ്ഫോറിക് ആസിഡ് ആക്കി മാറ്റും. ഇങ്ങനെ ഓക്സിഡേഷൻ ചെയ്യുന്നതാണ്. അതായത് ഓക്സൈഡ്സ് ഫോം ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ആസിഡ് ഫോർമേഷൻ നടത്തും. ഇനി ഇതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് ഓസ്വാൾ പ്രോസസ്സാണെന്ന് പറഞ്ഞു. നമ്മൾ ജനറലി ഉള്ളൊരു മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ നൈട്രിക് ആസിഡ് ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ലബോറട്ടറി ബൈ ഹീറ്റിംഗ്. നൈട്രേറ്റുകളെ നമ്മൾ ഹീറ്റ് ചെയ്യും വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. നമ്മൾ പറഞ്ഞു സൾഫ്യൂരിക് ആസിഡ് അതിനേക്കാളും വോളറ്റൈൽ ആയിട്ടുള്ള ആസിഡുകളുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത്, ആ കറസ്പോണ്ടിങ് ആസിഡിൻ്റെ സോൾട്ട് എടുത്തിട്ട്
ഈ ആസിഡുമായിട്ട് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കും. ഇപ്പോൾ ഇവിടെ ചെയ്ത പോലെ ഹീറ്റിംഗ് KNO3 അല്ലെങ്കിൽ NaNO3 വിത്ത് കോൺസെൻട്രേറ്റഡ് H2SO4. അപ്പോൾ നമുക്കിത് കിട്ടും. പക്ഷേ ഓസ്മോൾ പ്രോസസ്സിൽ ഇതല്ല ചെയ്യുന്നത്, കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. നമുക്ക് ലാർജ് സ്കെയിലിൽ നൈട്രിക് ആസിഡ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ കമ്പോണൻസ് എന്താണ്? നൈട്രിക് ആസിഡ് HNO3 ആണ്. ഇവിടെ നൈട്രജൻ വേണം, ഓക്സിജൻ വേണം, ഹൈഡ്രജൻ വേണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അമോണിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കോണ്ടാക്ട് പ്രോസസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സൾഫർ വെച്ചിട്ടാണ്. സൾഫറിനെ ബേൺ ചെയ്തിട്ടുണ്ടാക്കി തുടങ്ങിയതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് അമോണിയെ ഹീറ്റ് ചെയ്യും നമ്മൾ. പക്ഷേ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു റിമെമ്പർ അബൌട്ട് ദിസ്. അതായത് പ്ലാറ്റിനം, റോഡിയം ഗേജ് കാറ്റലിസ്റ്റ് ഉപയോഗിക്കും. ടെമ്പറേച്ചർ 500 Kelvin 9 ബാറും ആണ്. എന്നിട്ട് നമുക്ക് നൈട്രിക് ഓക്സൈഡ് കിട്ടും. വാട്ടറും കൂടെ ബൈ പ്രോഡക്റ്റായിട്ട് വരും. ഈ നൈട്രിക് ഓക്സൈഡിനെ വീണ്ടും നമ്മൾ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ NO2 കിട്ടും. അപ്പം നമ്മൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ കോണ്ടാക്ട് പ്രോസസ്സ് പഠിച്ചപ്പോഴും സൾഫറിനെ ഹീറ്റ് ചെയ്ത് സൾഫർ ഡയോക്സൈഡ് കിട്ടി, പിന്നെ അതിനെ ട്രൈ ഓക്സൈഡ് ആക്കി. ഇതുപോലെ തന്നെ ഇവിടെ ആവശ്യമുള്ള ഓക്സൈഡിൻ്റെ താഴത്തെ ഓക്സൈഡിനെ ആദ്യം ഫോം ചെയ്യും, എന്നിട്ട് ഓക്സിജനുമായിട്ട് ഹീറ്റ് ചെയ്ത് വേണ്ട ആവശ്യമുള്ള ഓക്സൈഡ് ഫോം ചെയ്യുക. അതേ പ്രോസസ്സാണ് ഇവിടെ ഉപയോഗിക്കുന്ന ഏജൻറ്റുകൾ മാത്രം വ്യത്യാസമാണ്. ഓക്കെ, അമോണിയം ഓക്സിജനും എടുക്കുന്നു, റിയാക്ട് ചെയ്യിക്കുന്നു, നൈട്രിക് ഓക്സൈഡ് കിട്ടുന്നു. ഈ നൈട്രിക് ഓക്സൈഡിനെ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് NO2 കിട്ടുന്നു. ഈ NO2നെ നമുക്ക് വാട്ടറിൽ ലയിപ്പിച്ചാൽ മതി. എന്ത് കിട്ടും? നൈട്രിക് ആസിഡ്. മറ്റിടത്ത് നമ്മൾ എന്താ ചെയ്തത്? സൾഫ്യൂരിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ച് ഒലിയം ഫോം ചെയ്തു. അങ്ങനെയാണ് പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഡയറക്റ്റ് വാട്ടറിലോട്ട് ലയിപ്പിച്ചാൽ മതി. അവിടെ ആക്ച്വലി ലയിപ്പിക്കാൻ പറ്റും, പക്ഷേ നമ്മൾ പറഞ്ഞില്ല എക്സോതെർമിക് റിയാക്ഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് വാട്ടറിൽ ലയിപ്പിച്ച് നൈട്രിക് ആസിഡ് നമുക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റും. ഈ കിട്ടുന്ന NO നമുക്ക് വീണ്ടും റീസൈക്കിൾ ചെയ്യാം. വീണ്ടും ഓക്സിജൻ കൊടുത്ത് വീണ്ടും ഒരു നൈട്രജൻ ഡയോക്സൈഡ് ഫോം ചെയ്ത് വീണ്ടും നൈട്രിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കാം. എക്വസ് HNO3 ഈസ് എ കോൺസെൻട്രേറ്റഡ് ടു ഡിസ്റ്റിലേഷൻ അപ് ടു 68% ബൈ മാസ്. നമ്മൾ പറഞ്ഞു നമ്മൾ യൂസ് ചെയ്യുന്ന ലബോറട്ടറി ഗ്രേഡ് 68% ആണെന്ന് പറഞ്ഞു അല്ലേ. ഫെർദർ കോൺസെൻട്രേഷൻ 90% അച്ചീവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മളതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ഒക്കെ കളഞ്ഞാൽ പോരെ. അതിന് വേണ്ടി ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റായിട്ട് ആരെ ഉപയോഗിച്ചാൽ മതി? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് ഈ ഒരു കണ്ടീഷൻസ് ആണ്. ഏത് കണ്ടീഷൻസിലാണ് നമ്മൾ അമോണിയനെ ഓക്സിഡൈസ് ചെയ്ത് നൈട്രിക് ഓക്സൈഡാക്കി മാറ്റുന്നത്? പ്ലാറ്റിനം, റോഡിയം ഗേജ് കാറ്റലിസ്റ്റ്, 9 ബാർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, 500 Kelvin ഹീറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഓസ്വാൾ പ്രോസസ്സ് വരുന്നത്. ഇനി പ്രോസസ് ബൈ വിച്ച് അയോൺസ് ആർ സെപ്പറേറ്റഡ് ഇൻ വാട്ടർ. ഇനി നമുക്ക് അടുത്തുള്ളത് ഹൈഡ്രോക്ലോറിക് ആസിഡും പിന്നെ ജസ്റ്റ് ഒരു ചെറിയൊരു ഐഡിയ കൂടെ കഴിഞ്ഞാൽ ഇത്രയും കഴിയും. ദെൻ വി വിൽ ഹാവ് ആൽക്കലീസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ആൽക്കലി പഠിക്കണം. പിന്നെ pH എന്താണെന്ന് നോക്കണം. അത് കഴിഞ്ഞാൽ സോൾട്ടും ആൽക്കലോയിഡ് ബഫർ സൊല്യൂഷനും ആൽക്കലോയിഡും. അപ്പോൾ ഇത്രയും കഴിയുമ്പോഴാണ് ഈ ഒരു ടോപ്പിക് ആക്ച്വലി കഴിയുന്നത്. ഇത് പോയിട്ട് അക്വാ റീജിയ ഞാൻ ഓൾറെഡി റിവിഷൻ ചെയ്ത് കഴിഞ്ഞു. സോ ഈ 2 ടോപ്പിക്കാണ് മെയിനായിട്ട് എനിക്ക് ചെയ്യണം. സോ ദ റെസ്റ്റ് ഐ വിൽ ബി ഡൂയിങ് ഇറ്റ് അലോൺ. സോ ഐ വിൽ ബി ലീവിങ് ഫ്രം ദിസ് ലൈവ് ആൻഡ് റിവൈസിങ് ഇറ്റ് മൈസെൽഫ്. അപ്പോൾ ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്യുക. ആൻഡ് സി യു ഇൻ ദ നെക്സ്റ്റ് ലൈവ്. നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ് എന്തായാലും ലൈവ് ചെയ്യുന്നുണ്ട്. സോ ആഫ്റ്റർ സം ടൈം മേ ബി ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിവിഷൻ കഴിയുമ്പോഴത്തേക്കും ഐ വിൽ കം ലൈവ് ആൻഡ് ഡിസ്കസ് ഇന്നത്തെ ന്യൂസ് പേപ്പർ എങ്ങനെയുണ്ട്, എന്തൊക്കെ ന്യൂസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പഠിക്കാൻ ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലുള്ളത്, എങ്ങനെ ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കണം എന്നൊക്കെ. ഇപ്പോൾ ഐ വിൽ ടെൽ ദ ടൈം. ഇപ്പോൾ ഒരു 7 മണി ആകാൻ പോകുന്നു. ഒരു 8 മണിക്ക് മുന്നേ ആഫ്റ്റർ 7:30 ഐ വിൽ ബി ഡൂയിങ് ദാറ്റ് സെഷൻ. 45 മിനിറ്റ്സിനകത്ത് ഇന്നത്തെ ന്യൂസ് പേപ്പർ കവർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇത് ഒരു ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാം PSCയുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ നോക്കുന്നത്. സോ വി വിൽ മീറ്റ് യു ഇൻ ദി നെക്സ്റ്റ് ലൈവ്. ഇപ്പം ഞാൻ ബാക്കിയുള്ള പോർഷൻസും കൂടെ റിവിഷൻ ചെയ്യാൻ പോവാണ്. സോ ഇറ്റ് വിൽ ടേക്ക് ടൈം. സോ അത് കഴിയുമ്പോഴത്തേക്കും വിൽ മീറ്റ് യു ഓൾ.